ITR filing for assessment year 2025-26. വെൽക്കം ടു ദ കോഴ്സ്. കോഴ്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ITR ഫയലിങ്ങിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഡു ഐ നീഡ് ടു ഫയൽ എൻ ITR? നിങ്ങൾ ഏത് ടൈപ്പ് അസസ് ചെയ്യാണോ, അതായത് ഇൻഡിവിജ്വൽ, HUF, കമ്പനി, LLP, പാർട്ണർഷിപ്പ് ഏതാണെങ്കിലും നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഈ പ്രസൻറ്റേഷനിൽ എല്ലാ ഇൻഫർമേഷനും നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യാൻ ലയബിളാണോ എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ITR ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ ലയബിളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഏത് ITR ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ITR 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, ഏതൊക്കെ ഇൻകംസ് ആണ് നിങ്ങൾക്കതിൽ കാണിക്കാൻ സാധിക്കുക, നിങ്ങളുടെ കറൻറ്റ് ഇൻകം സ്റ്റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഇൻകംസ് ആണുള്ളത്, നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഏത് ITR ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ITR ഫോം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് സ്കീമിലാണ്, ന്യൂ സ്കീമിലാണോ ഓൾഡ് സ്കീമിലാണോ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആക്കുന്നത്. നിങ്ങളുടെ ഇൻകം രണ്ട് സ്കീമിലും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഇൻകം ടാക്സ് പോർട്ടലിലെ ടൂൾ ഉപയോഗിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫോം 10IEA ഫയൽ ചെയ്യണോ, അല്ലെങ്കിൽ ഫയൽ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കീം തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ, അങ്ങനെ ഒരു അനാലിസിസ് കൂടി നടത്തുന്നതാണ്. അതിനുശേഷം പ്രിസെംപ്റ്റീവ് സ്കീമിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസെംപ്റ്റീവ് സ്കീമുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട കേസാണ് ടാക്സ് ഓഡിറ്റ്. നിങ്ങൾ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ആളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മാറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ എപ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ തീരുമാനമായാലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. ഇത്രയാണ് ബേസിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾ ITR ഫയൽ ചെയ്യണോ എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ എപ്പോൾ ഫയൽ ചെയ്യണം, ഏതായി റിട്ടേൺ ഫോമാണ് തിരഞ്ഞെടുക്കേണ്ടത്, പ്രിസെംപ്റ്റീവ് ചെയ്യാൻ പറ്റുമോ, ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെയുള്ള എല്ലാ കേസസും അവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ITR ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഡാറ്റ എന്തൊക്കെയാണ്. ബിസിനസ് ചെയ്യുന്നവരും സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസും പ്രൊഫഷണൽസും എല്ലാവരും തന്നെ 26AS, അതുപോലെ തന്നെ ഫോം 16 ഇതുപോലുള്ള പല ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ITRലേക്കുള്ള ഡാറ്റ സമ്മറൈസ് ചെയ്യേണ്ടത്. സോ ഏതൊക്കെ ഇൻഫർമേഷൻസാണ് നമ്മൾ സമ്മറൈസ് ചെയ്യേണ്ടത്, ഡാറ്റ കളക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പുതിയ ITR ഫോമുകളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് ഈ കൊല്ലം ഏതൊക്കെ ചേഞ്ചസ് ആണ് ITR ഫോമുകളിൽ വന്നിട്ടുള്ളത്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത്രയും ബേസിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇൻകം ടാക്സ് പോർട്ടലിൽ എങ്ങനെയാണ് ഒരു ന്യൂ യൂസറിനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ പലർക്കും ഒരു ഇഷ്യൂ വരാറുണ്ട്. അതായത് പാൻ ഡാറ്റാബേസ് അനുസരിച്ചുള്ള നെയിമും നിങ്ങളുടെ പാൻ കാർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നെയിമും അതുപോലെ തന്നെ ആധാർ കാർഡിലും മറ്റ് പല ID-കളിലും നിങ്ങളുടെ പേര് ഡിഫറൻ്റ് ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പാൻ കാർഡിൽ ഡിസ്പ്ലേ ചെയ്ത നെയിമും ഡാറ്റാബേസിൽ നെയിമും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ മിസ്മാച്ച് എന്നുള്ളൊരു എറർ വരാൻ സാധ്യതയുണ്ട്. ആ എറർ എങ്ങനെ സോൾവ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് ഒരു ഡിഫറൻറ്റ് സെഷൻ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ 26ASഉം ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റും IT പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ITRലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യണം. എങ്ങനെ ആ ഡാറ്റ സമ്മറൈസ് ചെയ്യണമെന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഓരോ ITR ഫോമുകളും ഓപ്പൺ ചെയ്ത് ITR 1, 2, 3, 4 ഇതെല്ലാം ഓപ്പൺ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ക്വസ്റ്റ്യൻ, സിംഗിൾ ഫീൽഡുകളും ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്ങനെ ഡാറ്റ ഫില്ലപ്പ് ചെയ്യണം, പ്രോപ്പർ ഫയലിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഈച്ച് ആൻഡ് എവറി ഫോം പ്രാക്ടിക്കലായിട്ട് തന്നെ ഫിൽ ഔട്ട് ചെയ്ത് ഫയൽ ചെയ്യുന്ന പ്രോസസ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്.
ഇങ്ങനെയാണ് കോഴ്സിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ സ്ട്രക്ചർ പോകുന്നത്. സോ നമുക്ക് ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡു ഐ നീഡ് ടു ഫയൽ എൻ ITR? നിങ്ങളൊരു ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ലോ അനുസരിച്ച് നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. സോ ലോ അനുസരിച്ച് പറയുന്നത് മാൻഡേറ്ററി ഫയൽ ചെയ്യേണ്ട കുറച്ച് അസസീസ് ഉണ്ട്. അതായത് കമ്പനി, LLP, പാർട്ണർഷിപ്പ് ഫേം. ഇവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ അസസി ടൈപ്പ്, പേഴ്സൺ എന്ന് പറയുന്ന ടൈപ്പ് കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പ് ഫേമോ ആണെങ്കിൽ അവർ ITR ഫയൽ ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മാൻഡേറ്ററി കാറ്റഗറി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടോട്ടൽ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ബാക്കിയുള്ളവരുടെ കേസാണ്. അതായത് കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പ് ഫേമോ അല്ല, ബാക്കിയുള്ള അസസി ടൈപ്സ്. അതായത് ഇൻഡിവിജ്വൽ, HUF, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. ഈ ആളുകളെല്ലാം തന്നെ അവരുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്? നമുക്ക് 2 ടാക്സ് സ്കീമുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഓൾഡ് ടാക്സ് റിജീം, 2 ന്യൂ ടാക്സ് റിജീം. ന്യൂ ടാക്സ് റിജീമിൽ നിങ്ങളുടെ ഏജ് ഒരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. നിങ്ങൾ ഏത് ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 3 lakhs ആണ്. 3 lakhsൽ കൂടുതൽ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിലാണ് ITR ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ഇൻകം 3 lakhs ക്രോസ് ചെയ്യുമ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത്. ഇത് ക്ലിയറാണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള ഇൻകം കൺസിഡർ ചെയ്താൽ മതിയെന്ന്. ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ITRൽ ക്ലെയിം ചെയ്താലാണ് ആ ഡിഡക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ തന്നെ ആ ഇൻകം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 lakhsന് താഴെയാണെന്നുള്ള കൺക്ലൂഷനിൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കരുത്. ഡിഡക്ഷൻസിന് മുൻപുള്ള ഇൻകം എത്രയാണോ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ ഇൻകം എന്ന് ഡയറക്റ്റ്ലി പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. ഡിഡക്ഷൻസിന് മുൻപുള്ള ഇൻകം, ഗ്രോസ് ഇൻകം, അത് ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് ITR ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂ ആൻഡ് ഓൾഡ് റിജീമിലെ സ്ലാബുകളിലൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്, കാൽക്കുലേഷനും മറ്റും. ന്യൂ റിജീമിലെ എക്സംഷൻ ലിമിറ്റ് പറഞ്ഞു. ഓൾഡ് റിജീമിൽ നിങ്ങളുടെ ഏജ് വൈസാണ് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. നിങ്ങൾ ബിലോ 60 years ആണെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് വരുന്നത് 2,50,000 ആണ്. 2,50,000 കൂടുതൽ ഇൻകം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഏജ് 60 years to less than 80 years ആണെങ്കിൽ, അതായത് 60 to 79 years ആണെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നത് 3 lakhs ആണ്. ഇനി നിങ്ങളുടെ ഏജ് 80 years and above ആണെങ്കിൽ 5 lakhs ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. സോ ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ ITR ഫയൽ ചെയ്യാനുള്ള ലീഗൽ ലയബിലിറ്റി വരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. സോ 2 സ്കീമുകളിലായിട്ടാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. മെജോറിറ്റി ആളുകളും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ന്യൂ ടാക്സ് റിജീം ആയതുകൊണ്ട് ബേസിക് എക്സംഷൻ ലിമിറ്റ് എടുക്കുന്നത് 3 lakhs ആയിട്ടാണ്. ഓൾഡ് റിജീം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഇയർ മുതൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ ഇല്ലാതാവാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ റെയർ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളാണ്, ആദ്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് റിജീമോ ന്യൂ റിജീമോ ഒന്നും മുൻകൂട്ടി ആൾ ചൂസ് ചെയ്തിട്ടില്ല. മുൻപ് ഒരു ഇയറിലും ആൾ ചൂസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഓൾഡ് റിജീമിൽ 2,50,000, ന്യൂ റിജീമിൽ 3 lakhs. ആൾ ഫയൽ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് റിജീമിൻ്റെ ബേസിലായിരിക്കണം എന്നുള്ളൊരു സംശയം വരും. ആൾക്ക് ഫയൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കറിയാം ന്യൂ റിജീമിൽ 3 lakhs വരെ ലിമിറ്റ് ഉള്ളത് കൊണ്ട് 3 lakhsൽ താഴെയാണ് ആൾ ഇൻകം എങ്കിൽ ആൾക്ക് ഫയൽ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാം. പക്ഷേ ആൾക്ക് 2,70,000 ആണ് ഇൻകം എന്ന് കരുതുക, 60 yearsൽ താഴെയാണ് ഏജ് എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൾ ഓൾഡ് റിജീം അനുസരിച്ച് നോക്കുമ്പോൾ ഫയൽ ചെയ്യണം, ന്യൂ റിജീം അനുസരിച്ച് നോക്കുമ്പോൾ ഫയൽ ചെയ്യേണ്ട. ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്?
സോ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാം. ആ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഇൻകം 3 lakhs താഴെയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. അത് അത്ര സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങളുടെ ഇൻകം 2 lakhs താഴെയോ 2,50,000 താഴെയാണെങ്കിൽ 3 lakhs താഴെയാണെങ്കിലും നിങ്ങൾക്ക് വോളണ്ടറിയിൽ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു ലീഗൽ ഡിഫിക്കൽട്ടീസും ഇല്ല. നിങ്ങളുടെ ഇൻകം എത്ര താഴെയാണെങ്കിലും നിങ്ങൾക്കത് ITR കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ചില കേസുകളിൽ TDS പിടിച്ചതുകൊണ്ട് മാത്രം ബേസിക് എക്സംഷൻ ലിമിറ്റിൽ താഴെയാണ് ഇൻകമെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ടൊക്കെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് TDS ഇല്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതിൽ ഇഷ്യൂ ഒന്നും തന്നെയില്ല. സോ ഈ 2 സ്കീമുകളുള്ളത് കൊണ്ടും ഹയർ ലിമിറ്റ് ന്യൂ ടാക്സ് റിജീമിലായതുകൊണ്ടും നിങ്ങൾക്ക് ന്യൂ ടാക്സ് റിജീം അനുസരിച്ചുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ് എടുക്കാവുന്നതാണ്. അത് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻകം അതിന് താഴെയാണെങ്കിൽ ഫയൽ ചെയ്യാതെ ഇരിക്കാവുന്നതുമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. പുതിയതായിട്ട് ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് ഇതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മുൻപ് ഫയൽ ചെയ്തിരുന്ന ആളുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ 2 ലിമിറ്റുകളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് മുൻപ് നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ടാക്സ് റിജീം എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റിജീമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്ത് ഓൾഡ് റിജീം എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഡിഫോൾട്ട് റിജീം ന്യൂ ടാക്സ് റിജീമായിരുന്നു. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്തത് ഓൾഡ് റിജീമാണ്. നെക്സ്റ്റ് ഇയറിൽ, അതായത് കറൻറ്റ് ഫയലിംഗ് ഇയറിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റിജീം ഓൾഡായിട്ട് തുടരുന്നതാണ്. നിങ്ങളത് ചേഞ്ച് ചെയ്യാത്തടത്തോളം കാലം ഓൾഡ് റിജീമിൽ തന്നെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ വരുന്നതാണ്. ലാസ്റ്റ് ഇയറിൽ ന്യൂ ആയിരുന്നു, നിങ്ങൾ ഓൾഡിലേക്ക് ചേഞ്ച് ചെയ്തിരുന്നു. സോ ഈ ഇയറിൽ ഓട്ടോമാറ്റിക്കലി അത് ഓൾഡായിട്ട് വരുന്നതാണ്. സോ ഈ ഇയറിൽ നിങ്ങൾ ഫയൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഓൾഡിൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് നോക്കിയിട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ 2,50,000 ആണ് നിങ്ങളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളത് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ലിമിറ്റ് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. 3 lakhs താഴെയാണെങ്കിൽ ഫയൽ ചെയ്യേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അധികം ആരും എവിടെയും ആൻസർ ചെയ്യാതെ പോയൊരു ക്വസ്റ്റ്യനാണ്. ഇൻകം ടാക്സ് ലോയുടെ ബേസിക്സ് വെച്ചിട്ടും ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടും ആൻസർ ചെയ്തെന്നേ ഉള്ളൂ. ദെൻ ഈ ടാക്സ് റിജീമിൽ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ITR ഫോമുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യമേ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ITR ഫോമുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മാൻഡേറ്ററി ഫയൽ ചെയ്യേണ്ട ആളുകളും അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ലയബിലിറ്റി വരുന്നതെന്നും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് കേസസ് വരുന്നത് സ്പെഷ്യൽ കേസസ് ആണ്. നിങ്ങളുടെ ഇൻകം ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തോ എന്ന് നോക്കിയിട്ടല്ല, കുറച്ച് അഡീഷണൽ സ്പെഷ്യൽ കേസസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, പ്രൊഫഷൻ ചെയ്യുന്ന ആളായിരിക്കാം, സാലറീഡ് എംപ്ലോയി ആയിരിക്കാം, ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾ വേണമെങ്കിലും ആകാം. നിങ്ങൾ ഈ സ്പെഷ്യൽ കേസസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ്. 1 കോടിയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കറണ്ട് അക്കൗണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും പ്രൊഫഷൻ ചെയ്യുന്നവർക്കും എടുക്കാറുണ്ട്. സോ കറണ്ട് അക്കൗണ്ടിൽ നിങ്ങൾ 1 crore ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ITR ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ 50 lakhs കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ദെൻ നെക്സ്റ്റ്, ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് 2 ലക്ഷത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിൽ കൂടുതൽ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ, ബിസിനസ് നടത്തുകയാണ്, നിങ്ങളുടെ സെയിൽ 60 lakhs കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷൻ്റെ ഗ്രോസ് റിസീപ്റ്റ്സ് 10 lakhs കൂടുതലാണ്. TDS ഓർ TCS 25,000 കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 26 years ചെക്ക് ചെയ്യുമ്പോൾ 25,000 കൂടുതൽ TDS അല്ലെങ്കിൽ TCS അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 കൂടുതൽ വന്നാൽ മാത്രമേ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ ലീഗൽ റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് TDS TCS പിടിച്ചിട്ടുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്താൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഇത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ഇതിലും താഴെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് എടുക്കാനും സാധിക്കുന്നതാണ്. സോ ഈ സിറ്റുവേഷനിൽ ലോ പറയുന്നത് 25,000 അല്ലെങ്കിൽ 50,000 ഒരു ലിമിറ്റാണ്. പക്ഷേ ഇവിടെ റെക്കമെൻഡേഷൻ, നിങ്ങളങ്ങനെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് റീഫണ്ട് എലിജിബിൾ ആണെങ്കിൽ റീഫണ്ട് ക്ലെയിം ചെയ്യണം. ഇനി നിങ്ങളൊരു റെസിഡൻ്റ് ആണ്, പക്ഷേ
ഇന്ത്യക്ക് പുറത്ത് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ ലിമിറ്റിന് താഴെ വരുന്നത്. ഇനി ഇത് കൂടാതെ റെക്കമെൻഡഡ് കേസസും ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു TDS അല്ലെങ്കിൽ TCS ക്ലെയിം വന്ന് കിടക്കുന്നുണ്ട്. നേരത്തെ ഡിസ്കസ് ചെയ്ത കേസ് തന്നെയാണ്. 26A ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു TDS ഓർ TCS ക്ലെയിം വന്ന് കിടക്കുന്നുണ്ട്. അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഭാവിയിൽ പിന്നീട് ഒരു നോട്ടീസസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ITR ഫയൽ ചെയ്യുന്നതാണ് റെക്കമെൻഡഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. നിങ്ങൾക്ക് TDSൻ്റെ ക്രെഡിറ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്നോ ഇൻകം കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടെ നിന്നോ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ബേസിലാണ് TDS കളക്ട് ചെയ്തിട്ടുള്ളത്. TCSൻ്റെ അർത്ഥം നിങ്ങൾ എവിടെയോ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് പേ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻസ് വരുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ വരുമാനം ഇല്ലാത്തൊരാൾക്ക് ഇങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഡാറ്റ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം വന്നിട്ടുണ്ട്, നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AISൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട്. TDS ക്ലെയിം വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, വിഡ്രോവൽ ആയിരിക്കാം, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ, മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതിൻ്റെയും വിൽക്കുന്നതിൻ്റെയും ഡീറ്റെയിൽസ് ആയിരിക്കാം. എന്താണെങ്കിലും ശരി, ഇങ്ങനെയുള്ള കേസസ് വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തേക്കാം. നെക്സ്റ്റ് വൺ, ലോസ് ക്യാരി ഫോർവേഡ്. ഇത് പലരും മിസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല സോൾ പ്രൊപ്പറേറ്റേഴ്സും പ്രിലിമിനറി, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻകം ഇല്ലല്ലോ, ഗ്രോസ് ടോട്ടൽ ഇൻകം അവർക്ക് ഉണ്ടാവില്ല, നെഗറ്റീവിലായിരിക്കും, ലോസ് ആയിരിക്കും. സോ ലോസ് ആയതുകൊണ്ട് തന്നെ ITR ഫയൽ ചെയ്യേണ്ട ലീഗൽ റെസ്പോൺസിബിലിറ്റി വരുന്നില്ല. ഫയൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഫയൽ ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഫയൽ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള റൈറ്റ് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലേക്ക് ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ITR ആ കൊല്ലം ഫയൽ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുകയും നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റുമായിട്ട് നിങ്ങൾക്കത് സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് പ്രോഫിറ്റിന് മാത്രം ടാക്സ് പേ ചെയ്യേണ്ടി വരുള്ളൂ. സോ നിങ്ങൾക്ക് ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തെടുക്കുക. ഈവൻ ദോ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ആ ലോസ് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ഇയേഴ്സിൽ നിങ്ങൾക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ഫ്യൂച്ചർ ലോൺസ് ആൻഡ് ഫോറിൻ ട്രാവൽ. ഫോറിൻ ട്രാവലിനൊക്കെ ആദ്യം ചോദിക്കുന്ന, പ്രിലിമിനറി ആയിട്ട് ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ITR. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ലോണിന് ചെന്നാലും ലാസ്റ്റ് 3 ഇയേഴ്സിൽ ITR ചോദിക്കുന്നുണ്ട്. ഇവിടെ പലരും കാണിക്കുന്നൊരു മിസ്റ്റേക്ക്, ഇനിയൊരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് ITR-U ഫയൽ ചെയ്യും. ലാസ്റ്റ് 4 ഇയേഴ്സിൽ റിട്ടേണൊക്കെ നമുക്ക് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇത് ബാങ്ക്സിനും അറിയാം ITR-U നമ്മൾ തട്ടിക്കൂട്ടി ആ കൊല്ലം തന്നെ ഫയൽ ചെയ്ത് കൊടുക്കുന്നതാണെന്ന്. അതായത് ഇയേഴ്സിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിൻ്റെ വാല്യൂ ITR-Uവിന് കിട്ടില്ല. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ ITR-U ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിലും എല്ലാ കൊല്ലവും ഇൻകം കാണിച്ച് ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ITR-Uവിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ലോൺ എടുക്കാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ ട്രാവൽ നടത്താൻ പ്ലാൻ ഉണ്ട്, ഫോറിനിൽ പഠിക്കാൻ പോകുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ ലോൺസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്തിരിക്കണം. ഇതെല്ലാ ടൈപ്പ് ലോൺസിനും ആപ്ലിക്കബിൾ ആണ്. ഹോം ലോൺസ് ആയിരിക്കാം, ബിസിനസ് ലോൺസ് ആയിരിക്കാം. സോ സാലറീഡ് എംപ്ലോയീസ് ഈവൻ ദോ നിങ്ങൾക്ക് ടാക്സ് വരുന്നില്ല എങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത കേസസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ITR ഫയൽ ചെയ്യാൻ ലയബിൾ ആണോ എന്നാണ് നോക്കിയത്. അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ വോളണ്ടറിലി ITR ഫയൽ ചെയ്യേണ്ടത്, ഭാവിയിൽ നിങ്ങൾക്കത് എങ്ങനെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, നിങ്ങൾ ITR ഫയൽ ചെയ്യാൻ ലയബിൾ ആണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏത് ITR ഫോമാണ് ചൂസ് ചെയ്യേണ്ടതാണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള കേസാണ്. നോർമൽ കേസിൽ ITR 1 മുതൽ 4 വരെയുള്ള ഏത് ഫോമാണ്, ഏത് ITR ഫോം ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഈ അസസ്മെൻറ്റ് ഇയറിലേക്കുള്ള കുറച്ച് ചേഞ്ചസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.